ചില ഡോക്ടേഴ്സ് പറയുന്നു എനിക്ക് ഫൈബ്രോയിഡ്സ് ആണെന്ന്, വേറെ ചിലർ പറയുന്നു അഡിനോമയോമയാണെന്ന്. ഇതിലേതാണ് ഡോക്ടർ ശരി? രണ്ടുപേരും ശരിയാണ്. ഈ ഫൈബ്രോയിഡ്സും അഡിനോമയോമയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സട്ടിൽ ഡിഫറൻസസ് ആണ്. ഈ അഡിനോമയോമ എന്ന് പറയുന്നത് അഡിനോമയോസിസിന് തന്നെ ലോക്കലൈസ്ഡ് ഫോമാണ്. ഇവർ തമ്മിലുള്ള പ്രധാന 3 ഡിഫറൻസസ് ഞാൻ പറഞ്ഞുതരാം. ഈ സ്കാനിങ്ങിൽ കാണുമ്പോൾ ഫൈബ്രോയിഡ് കുറച്ചും കൂടെ വെൽ ഡിഫൈൻഡ് ലീഷൻ ആയിരിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് അതിന് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അഡിനോമയോമയുടെ ബോർഡേഴ്സ് കുറച്ചും കൂടെ ഡിഫ്യൂസ് ആയിരിക്കും, അതുകൊണ്ട് കൺഫ്യൂസ് ചെയ്യാം. രണ്ടാമത്തത്, ഫൈബ്രോയിഡ്സ് സാധാരണ സിംറ്റംസ് കുറച്ചും കൂടെ ലെസ് സിവിയർ ആയിരിക്കും. പക്ഷെ അഡിനോമയോമയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, ഡിസ്മെനോറിയ അതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് അഗ്രവേറ്റഡ് ആയിരിക്കും. 3, സർജിക്കലി ഫൈബ്രോയിഡ്സിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വെൽ ഡിഫൈൻ ലീഷൻ ആണ്, അത് എടുത്ത് മാറ്റിയാൽ മതി. പക്ഷെ അഡിനോമയോമ കുറച്ചും കൂടെ ഡിഫ്യൂസ് ബോർഡേഴ്സ് ആയതുകൊണ്ട് സർജിക്കലി ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കാനിങ്ങിലോ ഡയഗ്നോസിസിലോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് വളരെ പതിവാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഡോക്ടറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ.